Today we are going to study third chapter, motion in one dimension. ഫിസിക്സിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ ചാപ്റ്റർ. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കൈൻ മീൻസ് മോഷൻ, മാറ്റിക്സ് മീൻസ് മാത്തമാറ്റിക്സ്. സോ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാത്തമാറ്റിക്സ് ഓഫ് മോഷൻ. ഇപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഓഫ് മോഷൻ. കൈനമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഓബ്ജക്ട്സ് വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ കോസ് ഓഫ് ദെയർ മോഷൻ. അതായത് ഒരു മൂവിങ് ബോഡി കൺസിഡർ ചെയ്താൽ ആ മൂവിങ് ബോഡിയുടെ മോഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ എന്നിങ്ങനെയുള്ള ടോപ്പിക്സാണ് നമ്മൾ ഈ കൈനമാറ്റിക്സിൽ വരുന്നത്. പക്ഷേ അതിൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ അബൌട്ട് ദി കോസ് ഓഫ് ദെയർ മോഷൻ. അതായത് ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ കൈനമാറ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ മോഷനെ കുറിച്ച് പഠിക്കും, പക്ഷേ അതിൻ്റെ കോസ് ഓഫ് ദ മോഷൻ, അതായത് ഫോഴ്സസിനെ കുറിച്ച് പഠിക്കുന്നില്ല. ഇപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഓബ്ജക്ട്സ് വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ കോസ് ഓഫ് ദെയർ മോഷൻ. ഇനി നമ്മളിതിൽ ഫസ്റ്റ് ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് റെസ്റ്റ് ആൻഡ് മോഷൻ. നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സേ സം ഓബ്ജക്ട്സ് ആർ അറ്റ് റെസ്റ്റ് ആൻഡ് സം ആർ ഇൻ മോഷൻ. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ചിലത് റെസ്റ്റിലാണ്, ചിലത് മോഷനിലാണ്? നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഫിഗറിലേക്കൊന്ന് നോക്കിയേ. ഇതിൽ ABC 3 പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ A എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഉറുമ്പ് നിൽക്കുന്നത്. ഇനി ആഫ്റ്റർ 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ ഈ ഉറുമ്പ് അതേ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ആ ഉറുമ്പിൻ്റെ പൊസിഷൻ ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഉറുമ്പ് റെസ്റ്റിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ഉറുമ്പ് ഈസ് അറ്റ് എ പൊസിഷൻ A, ദ ആൻറ്റ് ഈസ് അറ്റ് ദ പൊസിഷൻ A. ആഫ്റ്റർ 5 seconds ഇറ്റ് ഈസ് അറ്റ് ദ സെയിം പൊസിഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ നമുക്ക് റെസ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? An object is said to be at rest if its position does not change with time. A body is said to be at rest if its position does not change with time. ഒരു ബോഡി എപ്പോഴാണ് റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് മോഷൻ. അതിനായിട്ട് നമ്മൾ വീണ്ടും ഉറുമ്പിൻ്റെ പഴയ പൊസിഷൻ കൺസിഡർ ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ ദ ആൻറ്റ് ഈസ് അറ്റ് ദ പോയിൻറ്റ് A. ഇനി ഇവിടെ ആഫ്റ്റർ 5 seconds നോക്കിക്കേ, ഉറുമ്പിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് B. ദാറ്റ് മീൻസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് മോഷൻ എങ്ങനെ പറയാം? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. അപ്പോൾ റെസ്റ്റിലുള്ള ഓബ്ജക്റ്റ് മോഷനിലുള്ള ഓബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ പറയാം? റെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, മോഷനിലാണെങ്കിൽ പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. അടുത്തതായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള വഴി ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. 3 kilometer സ്ട്രെയിറ്റ് പോവും, പിന്നെ ടേൺ ചെയ്ത് 2 kilometer, വീണ്ടും ടേൺ ചെയ്ത് 3 kilometer, അഗെയിൻ 1 kilometer, 1 kilometer, 1 kilometer. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ അവിടെ ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 + 2 + 3 + 1 + 1 + 1 എത്ര കിട്ടും? 11 kilometers. അപ്പോൾ അവിടെ നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ 11 kilometers എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ യു അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ ദ ഓബ്ജക്റ്റ്.
ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ ദ ഓബ്ജക്റ്റ് എന്ന് പറയാം. ഇനി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് വരച്ചിരിക്കുന്നുണ്ടോ ഗ്രീൻ കളറിൽ? അത് എത്ര കിലോമീറ്ററാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? 5 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഈ 5 കിലോമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്ന് മനസ്സിലായില്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ ദി ഓബ്ജക്റ്റ്. ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓബ്ജക്റ്റ് എന്നും പറയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ചെറിയ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഫിഗറിൽ നോക്കിയേ, ഒരു ബോയ് സൈക്ലിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി വഴി സിയിലേക്കാണ് എത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിയിൽ നിന്ന് സി എന്ന് പറഞ്ഞ സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ. അപ്പോൾ എയിൽ നിന്ന് സി വരെ ട്രാവൽ ചെയ്താൽ ആ കുട്ടി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? 4 + 3, അതായത് 7 മീറ്റർ ആയിരിക്കും. പക്ഷേ അവിടെ എയിൽ നിന്ന് സിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം എ ടു സി എന്താണ്? അതായത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ എന്താണ്? അവിടെ 5 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്റർ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 4 + 3 7 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ വരും. അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ നോക്കിയാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരാൾ എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് സിയിലെത്തി, സിയിൽ നിന്ന് അഗെയിൻ റൈറ്റ് ടേൺ ചെയ്ത് ഡിയിലെത്തി, ഡിയിൽ നിന്ന് അഗെയിൻ ടേൺ ചെയ്ത് എയിലെത്തി. അതായത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് കാൽക്കുലേറ്റ് ചെയ്താൽ 3+, അതായത് എ ബി 3, ബി സി എന്ന് പറയുന്നത് 5 വരും, സി ഡി എന്ന് പറയുന്നത് 3 വരും, ഡി എ എന്ന് പറയുന്നത് 5 മീറ്റർ വരും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇവിടെ എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 16 മീറ്റർ എന്ന് വരും അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് 16 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഇവിടെ ഫൈനൽ പൊസിഷൻ എ തന്നെയാണ്. അതായത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾവേസ് 0 ആയിരിക്കും. ഓർത്തിരിക്കുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് എപ്പോഴും വരാറുള്ളതാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അപ്പോൾ എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? നമുക്ക് ഉടനെ പറയാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കുലർ പാത്താണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിൽ. 2πr. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2πr. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 സിൻസ് ഇറ്റ് റീച്ചസ് ടു ദ ഇനീഷ്യൽ പൊസിഷൻ. അതായത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നത് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0. ഉള്ള വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എയിൽ നിന്ന് ഈ ഓബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ എത്തുന്നുള്ളൂ. അതായത് ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് എത്തി, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അറ്റ് ദിസ് പോയിൻ്റ് ഇങ്ങനെ ഈ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ താഴത്തെ, അതായത് ഇപ്പോൾ നടുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒ എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ AOB എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ആ ഹാഫ് സർക്കിൾ എ ബി എന്ന് പറയുന്ന ഹാഫ് സർക്കിൾ
അതൊരു ഹാഫ് സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസിൻ്റെ പകുതി 2πr പകുതി എന്ത് വരും? അതായത് 2πr/2. അപ്പോൾ πr എന്ന് വരും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് ഇനീഷ്യൽ പൊസിഷൻ, ബി ആണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2r, അതായത് ഡയമീറ്റർ ആണ് വരിക. അപ്പോൾ 2r എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് πr എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2r എന്നും കിട്ടും. ഇനി നമുക്ക് ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്നും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നും പഠിച്ചു അല്ലേ? ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ് എന്താണ്? രണ്ടിൻ്റെയും ഡെഫിനേഷൻ പറഞ്ഞാൽ മതി. ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും സ്കെയിലർ ക്വാണ്ടിറ്റി എന്നുള്ളത് എന്താണ്. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾക്ക് റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇനി ചില ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും കൂടി പറഞ്ഞാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അവിടെ നമുക്ക് ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം നമുക്ക് ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത തേർഡ് വൺ, ഡിസ്റ്റൻസ് മെഷേർഡ് ഓൾവേസ് പോസിറ്റീവ്. അതായത് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, മൊത്തം ഡിസ്റ്റൻസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് ആവില്ല, സീറോ ആവില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ കണ്ടു, ഡിസ്റ്റൻസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോയും ആവാം അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ്, നെഗറ്റീവും സീറോയും ആവാം. ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. അതായത് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് വൺ, total distance covered is equal to the algebraic sum of all the distances traveled in different directions. അത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏതൊക്കെ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തോ ആ ഡിസ്റ്റൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ സമ്മാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴാണ്, അതായത് ഓരോന്നിൻ്റെയും ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്ത് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് എടുക്കുകയാണ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത പോയിന്റ് കൺസിഡർ, ഫിഫ്ത്ത് പോയിന്റ് നോക്കിക്കേ. ദർ ഈസ് ഓൾവേസ് എ ഡിസ്റ്റൻസ് കവേർഡ് വെനെവർ ദർ ഈസ് എ മോഷൻ. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ അവിടെ ഒരു പോസിറ്റീവ് ഡിസ്റ്റൻസ് കവേർഡ് ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും അല്ലേ? പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി സീറോ ഇഫ് ദ ബോഡി കംസ് ബാക്ക് ടു ദി ഇനീഷ്യൽ പൊസിഷൻ. നമ്മൾ തേർഡ് പോയിൻറ്റിന് ഏകദേശം ഈക്വലൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണത് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു ബോഡി ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് അതായത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തിയാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി സീറോ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. SI unit of distance and displacement is meter. ഇനി അടുത്തതായിട്ട് ഈ ഫിഗറിലേക്കൊന്ന് നോക്കിക്കേ. ഈ റണ്ണിങ് റേസിൽ ഹൗ ഡു വി നോ ഹു ഈസ് മൂവിങ് ഫാസ്റ്റർ? ആരാണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അതായത് മോഷനിലുള്ള ഒരു ഓബ്ജക്റ്റ് മറ്റൊരു ഓബ്ജക്റ്റിനെ അപേക്ഷിച്ച് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് ആമയും മുയലിൻ്റെയും കഥ അറിയാം അല്ലേ? ഇവിടെ ഈ ഹെയറിനെയും ടൊർട്ടോയ്സിനെയും നമുക്ക് കൺസിഡർ ചെയ്താൽ അത് രണ്ടും ഒരേ പാത്തിലാണ്, സെയിം പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇത് മൂവ് ചെയ്യുന്നത് നോക്കിയാൽ ഈ ആമയും മുയലും ഒരേ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ വിച്ച് ഈസ് മൂവിങ് ഫാസ്റ്റർ എന്ന്. ഇവിടെ നമുക്കറിയാം ഹെയർ ഈസ് മൂവിങ് ഫാസ്റ്റ് കമ്പയർഡ് ടു ടോർട്ടോയ്സ്. ഇവിടെ നമുക്ക് പറയാം സ്പീഡ് ഓഫ് ഹെയർ ഈസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ടോർട്ടോയ്സ്.
സ്പീഡ് ഓഫ് ഹെയർ ഇസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ടോർട്ടോയ്സ് എന്ന് നമുക്കിവിടെ പറയാം അല്ലേ. അപ്പോൾ സ്പീഡ് ഇസ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ടെൽസ് ഇസ് ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് മൂവിങ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ഒരു ഓബ്ജക്റ്റ് ഹൗ ഫാസ്റ്റ്, എത്ര ഫാസ്റ്റോടുകൂടിയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് സ്പീഡ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് സ്പീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്പീഡിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ്, അനദർ വൺ ഈസ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദാറ്റ് ഡിസ്റ്റൻസ്. സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്പീഡ് ഇൻ ടു ടൈം. ആൻഡ് ടൈം ഇസ് ഈക്വൽ ടു, ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ പിക്ചറിലേക്കൊന്ന് നോക്കിക്കേ. ഹിയർ കൺസിഡർ 2 cars. അതായത് ആദ്യം നമ്മൾ ബ്ലൂ കാർ കൺസിഡർ ചെയ്യുക. ഈ പിക്ചറിലേക്കൊന്ന് നോക്കിയേ. 2 cars ആർ ദർ. വൺ ഇസ് ബ്ലൂ ആൻഡ് വൺ ഇസ് റെഡ്. അപ്പം നമുക്ക് നോക്കണം ഏതാണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതിൻ്റെ സ്പീഡാണ് കൂടുതൽ എന്ന് നമുക്ക് നോക്കാനാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൂ കാർ കവേഴ്സ് 420 മീറ്റർ. ഇത് 2 കാറും സെയിം പാത്ത് ട്രാവൽ ചെയ്യുന്നു അതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ബ്ലൂ കാർ കവേഴ്സ് 420 മീറ്റർ ഇൻ 30 seconds. 420 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ബ്ലൂ കാർ എടുക്കുന്ന സമയം 30 seconds ആണ്. അതേസമയം റെഡ് കാർ എടുക്കുന്നത് സമയം 40 seconds. അതേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 40 seconds ആണ്. അപ്പോൾ ക്യാൻ യു സേ വിച്ച് ഹാസ് മോർ സ്പീഡ്? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും ഏതിനാണ് മോർ സ്പീഡ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് ഇസ് ഈക്വൽ ടു നമ്മൾ സ്പീഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഇപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഇപ്പോൾ ബ്ലൂ കാറിൻ്റെ കേസിൽ 420 ഡിവൈഡഡ് ബൈ 30. ബ്ലൂ കാറിൻ്റെ കേസിൽ 14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇനി റെഡ് കാർ ട്രാവൽ ചെയ്ത സ്പീഡ് എന്താണ്? 420 by 40, 10.5. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ വിച്ച് ഈസ് മോർ ഫാസ്റ്റ് അല്ലെങ്കിൽ വിച്ച് ഹാസ് മോർ സ്പീഡ് എന്ന്? ഏതിനാണ് മോർ സ്പീഡ്? 14 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അതായത് ബ്ലൂ കാറിനാണ് മോർ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ആൻ ഓബ്ജക്റ്റ് ട്രാവൽഡ് ഇൻ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈമിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആൻ ഓബ്ജക്റ്റ് ട്രാവൽഡ് ഇൻ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ആൻ ഓബ്ജക്റ്റ് ട്രാവൽഡ് ഇൻ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം. ഇനി ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ ഞാൻ പറയുകയാണ് ഒരു കാറിൻ്റെ സ്പീഡ് 50 മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ട്രാവൽഡ് 1 minute. അതായത് ഒരു കാറ് 50 മീറ്റർ പെർ സെക്കൻഡിൽ 1 minute ട്രാവൽ ചെയ്താൽ അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇക്വേഷൻ വെച്ചിട്ട്? അപ്പോൾ സ്പീഡ് ഇവിടെ 50 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 1 minute, ദാറ്റ് ഈസ് 60 seconds. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 60 seconds. ദ ആൻസർ ഈസ് 3000 meters. 3000 meters എന്ന് കിട്ടി. അപ്പോൾ ഈ കാറ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 3000 meters എന്ന് പറഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? നോർത്തിലേക്കാണോ, സൗത്തിലേക്കാണോ, വെസ്റ്റാണോ, ഈസ്റ്റാണോ, വെസ്റ്റാണോ എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എന്തുകൂടി പറയണം? ഡയറക്ഷനും കൂടി പറയണം അല്ലേ. അവിടെ ഡയറക്ഷനും കൂടി പറഞ്ഞാലേ കറക്റ്റ് നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് ആ കാറ് ഇപ്പോൾ 3000 meter ട്രാവൽ ചെയ്ത് ഏത് പ്ലേസിലാണ് നിൽക്കണതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം? സ്പീഡ് എന്ന് പറയുന്നത് അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ, നോ ഡയറക്ഷൻ പറയുന്നില്ല. സ്പീഡിൻ്റെ കൂടെ നമ്മൾ
അതിൻ്റെ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്താൽ എന്താവും? ഇറ്റ് ഈസ് വെലോസിറ്റി. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പക്ഷേ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അത് എത്ര ഫാസ്റ്റായിട്ട് ഏത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ഒരു കാറിൻ്റെ സ്പീഡ് 60 km/h എന്ന് പറഞ്ഞാൽ, ഈ എക്സാമ്പിളിൽ 60 km/h എന്ന് പറഞ്ഞാൽ കാറ് 60 km/h സ്പീഡിൽ, അതായത് അത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്നർത്ഥം. പക്ഷേ ഡയറക്ഷൻ അവിടെ പറയുന്നില്ല. അതായത് ഏത് ഡയറക്ഷനിലും ആവാം. ഇനി വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ ഗിവൺ ഡയറക്ഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഗിവൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വരും. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി നമ്മൾ പറയുമ്പോൾ ദ കാർ ഹാസ് എ വെലോസിറ്റി ഓഫ് 60 km/h ടു ദ വെസ്റ്റ് എന്ന് കൂടി, അല്ലെങ്കിൽ ഈസ്റ്റ്, ഏത് ഡയറക്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആൻഡ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം, അല്ലേ? വെലോസിറ്റിയിൽ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും കൂടി പറയുന്നുണ്ട്. ഇനി സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും SI യൂണിറ്റ് m/s ആണ്. SI യൂണിറ്റ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈസ് m/s. പക്ഷെ നമ്മൾ ഈ വെഹിക്കിൾസിൻ്റെ, അതായത് കാറിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ സ്പീഡോമീറ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലേ? സ്പീഡോമീറ്ററിൽ സ്പീഡ് കാണിക്കുന്നത് km/h km/h. പക്ഷേ SI യൂണിറ്റ് ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈസ് m/s. അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? റെസ്റ്റ് ആൻഡ് മോഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. റെസ്റ്റ് എന്ന് പറയുന്നത് എ ബോഡി ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. മോഷൻ എന്ന് പറയുന്നത് എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.